ലൈംഗിക സംതൃപ്തി ഒരുപാട് പേർക്ക് തുറന്ന് സംസാരിക്കാൻ മടിയുള്ള ഒരു വിഷയമാണല്ലേ? പക്ഷേ ഇത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ ഇന്ന് ഇതിന്റെ പിന്നിലുള്ള ശാസ്ത്രവും മനഃശാസ്ത്രവും എന്താണെന്ന് നമുക്കൊന്ന് സിമ്പിളായിട്ട് നോക്കാം. ഒരുമിച്ചൊരു സംതൃപ്തിയിലേക്കെത്താൻ പങ്കാളികൾക്ക് എന്തുകൊണ്ടാണ് പലപ്പോഴും ബുദ്ധിമുട്ട് വരുന്നത്? ഇത് നമ്മുടെ മാത്രം കുഴപ്പമാണോ, അതോ നമ്മൾക്കറിയാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ഇതിന് പിന്നിലുണ്ടോ? ഈ ഒരു ചോദ്യത്തിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങാൻ പോകുന്നത്. അപ്പൊ നമ്മൾ ഈ ഒരു വിഷയത്തില് എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് വെച്ചാല്, ആദ്യം എന്തൊക്കെയാണ് വെല്ലുവിളികൾ എന്ന് നോക്കും. പിന്നെ പുരുഷന്മാർക്കുള്ള ചില വഴികൾ. അതുപോലെ സ്ത്രീകളുടെ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു 20 മിനിറ്റ് നിയമമുണ്ട്. പിന്നെ 2 എഫുകളെക്കുറിച്ച് നമ്മൾ പറയും. ഇതിന്റെയൊക്കെ പിന്നിലെ സയൻസ് എന്താണെന്ന് നോക്കും. അവസാനം ഇതില് ശരിയും തെറ്റും ഒന്നുമില്ല എന്നുള്ളൊരു തിരിച്ചറിവിലേക്ക് നമ്മളെത്തും. റെഡിയല്ലേ? നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒന്നാമത്തെ കാര്യം. പലപ്പോഴും നമ്മൾ വിചാരിക്കുന്നത് രതിമൂർച്ച എന്നു പറയുന്നത് ഒരു ഫിനിഷിംഗ് ലൈൻ പോലെയാണ്. അവിടെ എത്തണം, അതാണ് ലക്ഷ്യം. പക്ഷെ സത്യം അതല്ല. 2 പേർക്കും ഒരുമിച്ച് ആ പോയിന്റിൽ എത്തുക എന്ന് പറയുന്നത് പലപ്പോഴും അത്ര എളുപ്പമുള്ള കാര്യമല്ല. എന്തുകൊണ്ടാണ് അത് ഒരു വെല്ലുവിളിയാകുന്നത്? ഇവിടെയാണ് നമ്മളൊരു പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടത്. സ്ത്രീകൾക്ക് ശാരീരികമായ ബന്ധം മാത്രം പോരാ, അവർക്ക് മാനസികമായ ഒരു അടുപ്പം കൂടി വേണം. അതേസമയം പുരുഷന്മാരുടെ കാര്യം നോക്കിയാല് അവർക്കൊരു പ്രഷറുണ്ട്, മികച്ച പ്രകടനം കാഴ്ചവെക്കണം എന്നുള്ള ഒരു സമ്പ്രദം. പക്ഷെ ഒന്ന് ഓർക്കണം, ഇതൊന്നും ആരുടെയും വ്യക്തിപരമായ പരാജയങ്ങളല്ല, വളരെ വളരെ സാധാരണമായ കാര്യങ്ങൾ മാത്രമാണ്. അപ്പോ ഈ വെല്ലുവിളികളൊക്കെ എങ്ങനെ മറികടക്കാൻ പറ്റും? നമുക്ക് ആദ്യം പുരുഷന്മാർ സാധാരണയായി നേരിടുന്ന പ്രശ്നങ്ങളും അതിനുള്ള ചില പ്രാക്ടിക്കൽ സൊല്യൂഷൻസും എന്തൊക്കെയാണെന്ന് നോക്കാം. ഉദ്ധാരണക്കുറവ്. ഇത് പലർക്കും ഒരു പേടി സ്വപ്നം പോലെയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു ശാരീരിക പ്രശ്നം മാത്രമല്ല, മാനസികം കൂടിയാണ്. അയ്യോ, എനിക്ക് പറ്റുന്നില്ലല്ലോ എന്നോർത്ത് ടെൻഷനടിക്കും തോറും ഈ പ്രശ്നം കൂടുകയുള്ളൂ. അതുകൊണ്ട് പാനിക്കാവാതെ എന്താണ് ശരിക്കും സംഭവിക്കുന്നതെന്ന് മനസ്സിലാക്കുകയാണ് ആദ്യം വേണ്ടത്. അപ്പോ എന്താണ് ഇതിനൊരു പരിഹാരം? പ്രഷർ ഒഴിവാക്കുക. ശാരീരിക ബന്ധം എന്ന ഒറ്റ കാര്യത്തിൽ മാത്രം ഫോക്കസ് ചെയ്യാതെ ചുംബനം, തലോടൽ, ഓറൽ സെക്സ് അല്ലെങ്കിൽ നമ്മുടെ മനസ്സിനെ ഉത്തേജിപ്പിക്കുന്ന സങ്കല്പങ്ങൾ, ഇതിനൊക്കെ പ്രാധാന്യം കൊടുക്കുക. ഓർക്കുക, സംതൃപ്തിയിലേക്കെത്താൻ ഒരേ ഒരു വഴി മാത്രമല്ല ഉള്ളത്. ഇനി കുറച്ചുകൂടി സ്പെസിഫിക് ആയ ചില ടിപ്സ് പറയാം. പെരീനിയത്തിലോ പ്രോസ്റ്റേറ്റിലോ സ്പർശിക്കുന്നത് ചിലർക്ക് ഹെൽപ്ഫുൾ ആവാറുണ്ട്. ഇനി കോണ്ടം ഉപയോഗിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അത് ഒറ്റയ്ക്ക് ഉപയോഗിച്ച് ശീലിക്കുന്നത് ഒരു കോൺഫിഡൻസ് തരും. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സേഫ് സെക്സിന്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും പാടില്ല. ശരി, ഇനി നമുക്ക് സ്ത്രീകളുടെ കാര്യത്തിലേക്ക് വരാം. സ്ത്രീ സംതൃപ്തിയെപ്പറ്റി പറയുമ്പോൾ പലർക്കും അറിയാത്ത പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയ ഒരു നിയമമുണ്ട്. അതാണ് 20 മിനിറ്റ് നിയമം. സയൻസ് എന്താ പറയുന്നതെന്നറിയോ? രതിമൂർച്ചയുടെ സമയത്ത് സ്ത്രീകളുടെ തലച്ചോറിലെ വികാരങ്ങളെ കൺട്രോൾ ചെയ്യുന്ന ഭാഗങ്ങൾ ഭയങ്കര ആക്റ്റീവാവും. ഇതിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ അവർ മാനസികമായി റിലാക്സ്ഡ് ആയിരിക്കണം, ഒരു ടെൻഷനും ഉത്കണ്ഠയും ഉണ്ടാകാൻ പാടില്ല. അപ്പോഴേ അവർക്ക് ശാരീരികമായി ഉത്തേജിതരാകാൻ കഴിയൂ. ചുരുക്കി പറഞ്ഞാൽ മൈൻഡ് സെറ്റാണ് എല്ലാം. ഈ നമ്പർ കണ്ടോ, 20. എന്താവും 20 എന്ന സംഖ്യയ്ക്ക് ഇത്ര പ്രാധാന്യം? സ്ത്രീ സംതൃപ്തിയുടെ താക്കോൽ ഒരു പക്ഷേ ഈ ഒരു നമ്പറിലായിരിക്കും. പഠനങ്ങൾ പറയുന്നത് 90% സ്ത്രീകളും ഏകദേശം 20 മിനിറ്റോളം നീളുന്ന ഫോർപ്ലേക്ക് ശേഷമാണ് രതിമൂർച്ചയിലേക്ക് എത്തുന്നത്. ഇതിൽ നിന്ന് നമ്മൾക്ക് എന്ത് മനസ്സിലാക്കാം? ഫോർപ്ലേ, അതായത് ബാഹ്യകേളികൾ, അതൊരു ഓപ്ഷനല്ല, അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ സ്ത്രീക്ക് മുൻഗണന എന്നൊരു നിയമം ഫോളോ ചെയ്യുന്നത് 2 പേർക്കും ഒരുപോലെ ഹെൽപ്പ് ചെയ്യും. ഇത് സ്ത്രീക്ക് കൂടുതൽ കോൺഫിഡൻസ് കൊടുക്കും, അതേസമയം പുരുഷന്റെ പ്രകടനത്തെക്കുറിച്ചുള്ള ടെൻഷൻ കുറയ്ക്കുകയും ചെയ്യും. അപ്പോ ഫലത്തിൽ 2 പേർക്കും ഗുണമാണ്. ശരി, അപ്പോൾ ഒരു നല്ല ലൈംഗികാനുഭവത്തിന് ശരിക്കും എന്തൊക്കെയാണ് വേണ്ടത്? ഉത്തരം സിമ്പിളാണ്. ഓർത്തുവെക്കാൻ എളുപ്പമുള്ള 2 എഫുകൾ. ഒരു അടിപൊളി രതിമൂർച്ചയ്ക്ക് ഈ 2 എഫുകൾ ഓർത്തുവെക്കുക. 1. ശരീരത്തിന് ഘർഷണം, അതായത് ഫ്രിക്ഷൻ. 2. മനസ്സിന് സങ്കല്പം, അതായത് ഫാന്റസി. ഫിസിക്കൽ ടച്ചും മെന്റൽ എൻഗേജ്മെന്റും ഒരുപോലെ പ്രധാനം. എപ്പോഴും ഓർക്കേണ്ടൊരു കാര്യമുണ്ട്, നമ്മുടെ ഏറ്റവും വലിയ ലൈംഗികാവയവം നമ്മുടെ തലച്ചോറാണ്. നമ്മുടെ ഭാവനയെ അങ്ങ് ഫ്രീ ആയി വിടുക. നിങ്ങളുടെ സ്വന്തം സങ്കല്പ ലോകത്ത് നിയമങ്ങളോ അതിരുകളോ ഒന്നുമില്ല. അപ്പോ ഈ അനുഭവങ്ങൾക്കൊക്കെ പിന്നിൽ നമ്മുടെ ശരീരത്തിനകത്ത് ഭയങ്കര രസകരമായ ചില കാര്യങ്ങൾ നടക്കുന്നുണ്ട്. എന്താണ് ആ സയൻസ് എന്ന് നമുക്ക് നോക്കാം, അല്ലേ? ഈ ചാർട്ടിലേക്ക് ഒന്ന് നോക്കൂ. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പുരുഷലിംഗത്തിലുള്ളതിനേക്കാൾ കൂടുതൽ
നാഡീഞരമ്പുകൾ, അതായത് നെർവ് എൻഡിങ്സ്, സ്ത്രീയുടെ ക്ലിറ്റോറിസിലുണ്ട്. അതുകൊണ്ടാണ് സ്ത്രീകളുടെ സംതൃപ്തിയിൽ അതിനത്രയധികം പ്രാധാന്യം വരുന്നത്. രാതിമൂർച്ചയുടെ സമയത്ത് നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്? ബ്ലഡ് പ്രഷർ കൂടും, രക്തയോട്ടം കൂടും, സിഗ്നലുകൾ നമ്മുടെ തലച്ചോറിലെ സന്തോഷത്തിന്റെ കേന്ദ്രത്തിലേക്ക് പായും. നമ്മുടെ ബന്ധങ്ങൾ സ്ട്രോങ് ആക്കുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ റിലീസാകും. ഇത് നമ്മുടെ നെർവസ് സിസ്റ്റവും ഹോർമോണുകളും ഒക്കെ ചേർന്ന് നടത്തുന്നൊരു അത്ഭുതമാണ്. ശരി, ഇത്രയും കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അപ്പോൾ ഇതിൽ നിന്നെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട പാഠം എന്താണ്? ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം. കിടപ്പറയിൽ എല്ലാവർക്കും ഒരുപോലെ ഫോളോ ചെയ്യാൻ പറ്റിയ ഒരു റെഡിമെയ്ഡ് ഫോർമുലയൊന്നുമില്ല. ഓരോ കപ്പിൾസും ഡിഫറൻ്റാണ്. ചിലർക്ക് ചിലപ്പോൾ തുറന്ന് സംസാരിക്കുന്നതായിരിക്കും ആവശ്യം, മറ്റു ചിലർക്ക് കുറച്ചധികം സമയമായിരിക്കും വേണ്ടത്. അതുകൊണ്ട് ഒന്നോർക്കുക, ലൈംഗികതയിൽ ശരി തെറ്റ് എന്നൊന്നുമില്ല. രണ്ടുപേർക്കും ഒരുപോലെ സന്തോഷം തരുന്നത് എന്താണോ അതുമാത്രം. മുൻവിധികളൊക്കെ മാറ്റിവെച്ച് തുറന്ന് സംസാരിച്ച് പരസ്പരം മനസ്സിലാക്കി ആ സന്തോഷം കണ്ടെത്തുക. അതാണ് യഥാർത്ഥ സംതൃപ്തിയിലേക്കുള്ള വഴി.